അല്ല, CPM-ന് ചില കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. മരകതം ചന്ദ്രശേഖറും മണിശങ്കർ അയ്യറും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ MP-മാരായിട്ട് നോമിനേഷനിലൂടെ വന്നപ്പോൾ അന്ന് CPM-ൻ്റെ നിലപാടെന്തായിരുന്നു? ആ കോൺഗ്രസിൻ്റെ കൂടെയല്ലേ CPM ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവർക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി തീരുമാനമെടുത്തു. മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന കേരളത്തിൽ നടത്തുന്ന പല നോമിനേഷനുകളും PSC മെമ്പർമാരുടെ പോലും വീതം വെക്കുന്ന രാഷ്ട്രീയ പാർട്ടി അനുസരിച്ചിട്ട് വീതം വെക്കുന്ന ഒരു മുന്നണി, ആ മുന്നണി രാഷ്ട്രപതിയുടെ നോമിനേഷനെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ MP എന്നുള്ള നിലയിൽ അദ്ദേഹം സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. PSC മെമ്പർമാർ ആളുകളെ, ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിലും തിരഞ്ഞെടുക്കുന്നതിലും നിയമനത്തിലും പങ്കാളിത്തമുള്ള ആൾക്കാരാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അവിടെ രാഷ്ട്രീയ ചായ്വ് കാണിക്കേണ്ട കാര്യമുണ്ടോ? PSC അടക്കം രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ള മുന്നണികളാണ് കേരളത്തിലെ മുന്നണികൾ. അപ്പോൾ അവരൊന്നും ഇനി രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നതിലും ഈ സംശയം പ്രകടിപ്പിക്കുന്നതിലും അർത്ഥമില്ല. ആദ്യം സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് അത് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ സർവകലാശാല വിഷയത്തിൽ ഇപ്പോൾ ഗവർണറെ നേരിട്ട് പോയി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു. ഒരു എന്താണ് BJPയുടെ? കാരണം ഗവർണറെ സംബന്ധിച്ച് ഗവർണർ ഇത്രയും രീതിയിൽ വിമർശിക്കുകയും പിന്നെ മുഖ്യമന്ത്രി പോയി കാണുകയും ചെയ്യുന്നത് അല്ല, അത് മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് ഗവർണറോ മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ഞാൻ ഇവർ രണ്ടുപേരുടെയും വക്താവല്ല. അല്ല, ഒത്തുതീർപ്പാണോ? അല്ല, ഗവർണർ മുഖ്യമന്ത്രിയെ കാണുന്നത് ആണ് ഒരുപക്ഷെ പ്രോട്ടോക്കോളിന് വിരുദ്ധമാണെന്ന് വേണം പറയാം. പക്ഷേ ഈ ഗവർണർ അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗവർണറെ കാണുന്നത് സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗവർണറെ സമയാസമയങ്ങളിൽ ധരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അതിനപ്പുറത്ത് വല്ലതുണ്ടെങ്കിൽ അത് അവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ.